ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ മൂന്നാമത്തെ ഓൺലൈൻ ബൈബിൾ ക്വിസ് വളരെ അനുഗ്രഹപ്രദമായി നടന്നു. ജൂലൈ 1-ാം തീയതി അതിൻ്റെ ചോദ്യങ്ങൾ തരികയും ജൂലൈ 5-ാം തീയതി വരെ അതിൻ്റെ ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയവുമായിരുന്നു. ജൂലൈ 6-ാം തീയതി അതിൻ്റെ ഉത്തരങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കെടുത്തു. ഏകദേശം 100-ൽ പരം പ്രിയപ്പെട്ടവർ അതിൻ്റെ ഉത്തരങ്ങൾ അയച്ചു. അതിൽ നിന്നും ശരി ഉത്തരം അയച്ചവരെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം 50-ൽ പരം പ്രിയപ്പെട്ടവരാണ് ശരി ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ആ ശരി ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്നും ഒരു വിജയിയെയാണ് നമ്മൾ കണ്ടെത്തുകയും ഗിഫ്റ്റ് കൊടുക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിജയിയെ തിരഞ്ഞെടുക്കാം. ഇത്രയും പേരാണ് ശരി ഉത്തരം അയച്ചിരിക്കുന്നത്. നമ്മുടെ 7-ാമത്തെ ചോദ്യം ഇതായിരുന്നു: നാം കരയേണ്ടത് ആരെക്കുറിച്ച്? യേശു യെരൂശലേം പുത്രിമാരോട് പറഞ്ഞത് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ എന്നാണ്. ആ ചോദ്യത്തിന് യേശു പറഞ്ഞ ഉത്തരവ് എഴുതിയവരുടെ ഉത്തരങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളൊരു വിജയിയെ കണ്ടെത്തുന്നത്. അപ്പം നമുക്ക് നേരെ വിജയിയെ കണ്ടെത്താം. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. നമുക്കിതിൽ നിന്നൊരു വിജയിയെ കണ്ടെത്താം. അതിനായിട്ട് ഞാനിത് ആദ്യം എല്ലാം ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 50-ൽ പരം പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ശരി ഉത്തരം അയച്ചിരിക്കുന്നത്. ഇത്രയും പേരുടെ പേരുകളൊന്ന് മടക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് അല്പം സമയമെടുക്കുന്നതിനാൽ ഞാൻ ഈ വീഡിയോ ഒന്ന് സ്പീഡാക്കി വിടുകയാണ്. നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് സ്പീഡാക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. 2-3 ദിവസം കൂടിയിരിക്കുമ്പോൾ ബൈബിൾ ക്വിസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞങ്ങളിടുന്ന വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേജുകളിൽ എത്തുവാനായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാ പേരുകളും ഇവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു വിജയിയെ കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ ഈ പ്രാവശ്യത്തെ വിജയി വിചിത്ര അക്ഷയാണ്. 7331 ഇങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ മൂന്നാമത്തെ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ വിജയി ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നു. വിചിത്ര അക്ഷ 7331 വിജയിക്ക് സിയോൻ ബൈബിൾ ക്വിസിൻ്റെ അഭിനന്ദനങ്ങൾ. എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എത്രയും വേഗത്തിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും. ബാക്കിയുള്ളവരാരും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്ത ബൈബിൾ ക്വിസ് ഉടൻ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ അടുത്ത ബൈബിൾ ക്വിസിൽ ദൈവം അനുവദിച്ചാൽ 1st, 2nd, 3rd അങ്ങനെ 3 പേർക്ക് സമ്മാനം കൊടുക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. 2 ദിവസം കൂടുമ്പോൾ അല്ലെ 3 ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. വചനം പഠിക്കുവാനും ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനും താല്പര്യമുള്ളവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത്. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അടുത്ത ബൈബിൾ ക്വിസിൽ വീണ്ടും കാണാം. ഇതിനിടയ്ക്കിടുന്ന വീഡിയോ കാണുവാനായിട്ട് ആരും മറക്കരുത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.